അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഇന്നത്തെ ലെസൺ ടീം ഗേറ്റ്വേയിൽ നിന്നുമുള്ള ഒരു പുതിയ സംരംഭത്തിന്റെ ഒരു ആദ്യഘട്ടം എന്നോണം ഗേറ്റ്വേ ടു അറബിക് റൈറ്റിംഗ് എന്ന സംരംഭത്തിലെ ആദ്യ ലെസണായ ലെറ്റർ റൈറ്റിംഗ് ഇംഗ്ലീഷിലും അറബിയിലും എങ്ങനെയാണ് ഒരു കത്ത് എഴുതുക എന്നുള്ളത് നമ്മുടെ അറബിക് ഭാഷ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു കത്ത് എഴുതൽ എങ്ങനെയാണ്, അതിന്റെ ഭാഗമായി ഫാത്തിഹത്തുർ റസായിൽ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ്സ് ഓഫ് ലെറ്റേഴ്സ്, ഒരു ലെറ്റർ എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതി തുടങ്ങണം, അതിന്റെ ഫസ്റ്റ് വാചകം അത് എങ്ങനെയായിരിക്കണം എന്നതിന്റെ ചില സാമ്പിളുകൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഒരുപാട് പല രീതിയിലും വരാം, നമ്മുടെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച്, നമ്മുടെ സാഹചര്യം അനുസരിച്ച് പല രീതിയിലും അതിന്റെ ഹെഡിങ് അല്ലെങ്കിൽ തുടക്കം ഫാത്തിഹ മാത്രം നാം പരിചയപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഈ സംരംഭത്തിന്റെ മറ്റുള്ള ലെസണുകളിൽ കൂടുതൽ വാചകങ്ങളും കൂടുതൽ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന വാചകങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്തു പോകാം. ഇവിടെ ഒരു സാമ്പിൾ എന്നോണം കുറച്ച് വാചകങ്ങൾ മാത്രം. ആദ്യമായി നമ്മൾ പറയുന്നത് ഓപ്പണിംഗ്സ് ഓഫ് ലെറ്റേഴ്സ്, ഒരു ലെറ്റർ തുടങ്ങുന്നത് എങ്ങനെയാണ്. അതില് അൽ മുറാസലാത്തുൽ ജദീദ, ന്യൂ കറസ്പോണ്ടൻസ്, പുതിയ കത്തുകൾ, അത് ആദ്യമായി എഴുതുന്ന കത്തുകൾ. പിന്നെ ഒരു മൂന്ന് ടൈപ്പാണ് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ആദ്യമായി എഴുതുന്ന കത്തുകൾ, മറ്റൊന്ന് ഒരു കത്തിനുള്ള ഇങ്ങോട്ട് കിട്ടിയ ഒരു കത്തിനുള്ള റിപ്ലൈ, മൂന്നാമത്തത് ആദ്യമായി എഴുതുന്ന കത്തിന് മറുപടി കാണാതാവുമ്പോൾ പിന്നെ ഒന്നും കൂടി എഴുതുന്ന ആ ഒരു രീതിയും. അങ്ങനെ മൂന്ന് രീതിയിലുള്ള ചില വാചകങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി അൽ മുറാസലാത്തുൽ ജദീദ, പുതിയ എഴുത്തുകുത്തുകൾ അല്ലെങ്കിൽ ന്യൂ കറസ്പോണ്ടൻസ്. അത്ശറഫ് ബി ഇഖ്ബാരിക്കും ബി, നമ്മൾ ഇംഗ്ലീഷ് ഐ ഹാവ് ദ ഹോണർ ടു ഇൻഫോം യു ദാറ്റ്, നിങ്ങളെ അറിയിക്കാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഞങ്ങൾ അഭിമാനത്തോടെ ഞങ്ങളെ അറിയിക്കുന്നു എന്ന് നമ്മൾ തുടങ്ങാറുണ്ടല്ല. നിങ്ങളെ അങ്ങനെ ചിലപ്പോൾ ഒരു ഉദ്ഘാടനം അറിയിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അറിയിക്കുന്ന ഒക്കെ ആവുമ്പോൾ ഐ ഹാവ് ദ ഹോണർ ടു ഇൻഫോം യു ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങല്. അത് നമ്മൾ അറബിയിൽ പറയുന്നത് അത്ശറഫ് ബി ഇഖ്ബാരിക്കും ബി. ബി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് നമ്മളെ കണ്ടന്റ് എങ്കിൽ അത് പറയുക. ഐ ഹാവ് ദ ഹോണർ ടു ഇൻഫോം യു ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്ശറഫ് ബി ഇഖ്ബാരിക്കും ബി. മറ്റൊന്ന് ഐ ആം പ്ലീസ്ഡ് ടു ഇൻഫോം യു ദാറ്റ്, നിങ്ങളെ അറിയിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ സന്തോഷവാനാണ്, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളെ അറിയിക്കാൻ. അതിന് യസുറുനി അൻ ഉഖ്ബിറക്കും ബി, യസുറുനി അൻ ഉഖ്ബിറക്കും ബി, ഐ ആം പ്ലീസ്ഡ് ടു ഇൻഫോം യു ദാറ്റ്. മൂന്നാമത്തേത് വി ഹാവ് ദ പ്ലഷർ ടു ഡ്രോ യുവർ അറ്റൻഷൻ ടു, ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നമ്മൾ ഈ ചില സാഹചര്യങ്ങളിൽ നമ്മൾ പറയുമ്പോൾ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ആ കോണ്ടെക്സ്റ്റിൽ, ആ സാഹചര്യത്തിൽ വി ഹാവ് ദ പ്ലഷർ ടു ഡ്രോ യുവർ അറ്റൻഷൻ. അതിന് അറബി യസുറൂന അൻ നസ്തറഇയ നദ്റക്കും ഇല, യസുറൂന വി ഹാവ് ദ പ്ലഷർ അൻ നസ്തറഇയ നദ്റക്കും ഇല. മറ്റൊന്ന് വി ട്രസ്റ്റ് യു വിൽ കൈൻഡ്ലി ഇൻഫോം അസ് വെദർ, വി ട്രസ്റ്റ് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യു വിൽ കൈൻഡ്ലി ഇൻഫോം അസ്, നിങ്ങൾ ഞങ്ങളെ അറിയിക്കുമെന്ന്. വെദർ എന്തെന്നാൽ എന്നിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ അങ്ങനെ തുടങ്ങുന്നത് വി ട്രസ്റ്റ് യു വിൽ കൈൻഡ്ലി ഇൻഫോം അസ്, അങ്ങനെ തുടങ്ങാറുണ്ട് ചില ലെറ്ററുകൾ. അത് നമ്മൾ അറബിയിൽ നഅ്മൽ അൻ തതകറമു ബി ഇഫാദത്തിന അമാഇദ, നഅ്മൽ അൻ തതകറമു ബി ഇഫാദത്തിന, അത് വി ട്രസ്റ്റ് യു വിൽ കൈൻഡ്ലി ഇൻഫോം അസ് അൻ തതകറമു ബി ഇഫാദത്തിന. മറ്റൊന്ന് the purpose of this letter is to ask you whether, to ask is എന്തെന്ന് വെച്ചാൽ to ask you whether, നിങ്ങളോട് ചോദിക്കാനാണ്, ഒന്ന് ചോദിക്കാനാണ് ഈ ലെറ്റർ. വെദർ എന്തെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അത് നക്തുബു ലക്കും ഹാദാ ലിനസ്അലക്കും അമ്മാ ഇദ, നക്തുബു ലക്കും ഹാദാ ലിനസ്അലക്കും അമ്മാ ഇദ, അങ്ങനെ ഒരു ലെറ്റർ തുടങ്ങാം. പിന്നെ മറ്റൊന്ന് ഐ ഹാവ് ദ പ്ലഷർ ടു എൻക്ലോസ്, എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ സന്തോഷവാനാണ് അല്ലെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. ടു എൻക്ലോസ് എന്ന് പറഞ്ഞ ഒരു കത്തില് ഞാൻ ഇതിന്റെ കൂടെ വെക്കാൻ, നമ്മൾ അറ്റാച്ച് ചെയ്യാന്നൊക്കെ പറയില്ല, എന്തെങ്കിലും ഒരു കത്ത് എഴുതുമ്പോൾ അതിന്റെ കൂടെ എന്തെങ്കിലും ഒന്ന് അറ്റാച്ച് ചെയ്യുക, ഒരു പേപ്പറോ ക്യാഷോ ചെക്കോ അങ്ങനെ അല്ല എന്തെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്യുന്ന, അങ്ങനെ തുടങ്ങുന്ന ഒരു രീതിയുണ്ട്. ഐ ഹാവ് ദ പ്ലഷർ ടു എൻക്ലോസ്. അത് നമ്മൾ പറയുന്നത് യസുറുനി അൻ ഉർഫിക മാ ഹാദ, യസുറുനി അൻ ഉർഫിക മാ ഹാദ, ഐ ഹാവ് ദ പ്ലഷർ ടു എൻക്ലോസ്. മറ്റൊന്ന് under separate cover we send you some samples of,
ഒരു സെപ്പറേറ്റ് കവറിലായിട്ട് ഒരു ലെറ്ററിൽ ഓഫ് നിങ്ങൾക്ക് ഞങ്ങൾ അയക്കുന്നു, ചില സാമ്പിളുകൾ അയക്കുന്നു. എന്തെങ്കിലും ഒരു കമ്പനി അതിന്റെ ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു സാമ്പിൾ ആദ്യം അയക്കുക ഒന്ന് കാണാൻ വേണ്ടി. അത് അർസൽന ഇലൈക്കും ദാഖല മദ്റൂഫ് ഖാസ്, ഒരു സെപ്പറേറ്റ് കവറിൽ നിങ്ങൾക്ക് അയക്കുന്നു. ബിദ്അത്ത് ഐനാത്ത് മിൻ, ചില സാമ്പിളുകൾ. ഐനാത്ത് എന്ന് പറഞ്ഞ സാമ്പിൾസ്, ബിദ്അത്ത് ഐനാസ് സം സാമ്പിൾസ് മിൻ, എന്തിൽ നിന്നുള്ള ഓഫിന്റെ അർത്ഥത്തിൽ. പിന്നെ മറ്റൊന്ന് വി റിഗ്രറ്റ് ടു ഇൻഫോം യു ദാറ്റ്, ഒരു എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് പറയുന്ന, അല്ലെങ്കിൽ ഇത് ശരിയായില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ടെർമിനേഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ റെസിഗ്നേഷൻ, ഇസ്തിഖാല, അങ്ങനെ പല സാഹചര്യത്തിലും ചിലപ്പോൾ ഒരു ബാഡ് ന്യൂസ് അറിയിക്കേണ്ടി വരും. അങ്ങനെ വി റിഗ്രറ്റ് ടു ഇൻഫോം യു ദാറ്റ്, വി ആർ സോറി എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് ടു ഇൻഫോം യു ദാറ്റ്, ക്ഷമിക്കണം നിങ്ങളോട് ഞാൻ അറിയിക്കുന്നു, ഞങ്ങൾ അറിയിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അതിന് നമ്മൾ യുസിഫുന അൻ നുഖ്തിറകുംബി, യുസിഫുന അൻ നുഖ്തിറകുംബി, ഞങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ട്, ഞങ്ങൾ വി ആർ ദാറ്റ്, അങ്ങനെ പറയാറുണ്ട്. ഇനി അടുത്ത സെക്ഷൻ പറയുന്നത് അർ-റദ്ദു അലാ ഖിതാബ്, അല്ലെങ്കിൽ റിപ്ലൈ ടു എ ലെറ്റർ റിസീവ്ഡ്. നമുക്ക് കിട്ടിയ ഒരു ലെറ്ററിന് റിപ്ലൈ ചെയ്യുമ്പോൾ അത് എങ്ങനെ തുടങ്ങണം? ഇതും ഫാത്തിഹ തന്നെ, ഫാത്തിഹത്തുൽ ഖിതാബാണ്. ഒരു ലെറ്റർ എങ്ങനെ തുടങ്ങണം, ആദ്യം ഒരു പുതിയ ലെറ്റർ എങ്ങനെ തുടങ്ങണം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇനി ഒരു ലെറ്ററിന് വന്നൊരു ലെറ്ററിന് റിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ തുടങ്ങണം എന്നുള്ളതാണ്. ആദ്യമായി ഇൻ റിപ്ലൈ ടു യുവർ ലെറ്റർ ഓഫ് യെസ്റ്റർഡേയ്സ് ഡേറ്റ്, ഇന്നലത്തെ ഡേറ്റിൽ വന്ന നിങ്ങളുടെ കത്തിന് മറുപടിയായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങും. ഇൻ റിപ്ലൈ ടു യുവർ ലെറ്റർ ഓഫ് യെസ്റ്റർഡേയ്സ് ഡേറ്റ്, ഇന്നലത്തെ കത്തിന് മറുപടിയായിക്കൊണ്ട് ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. അത് റദ്ദൻ അലാ ഖിതാബിക്കും അൽ മുഹറർ ബി താരിഖ് അംസ്, റദ്ദൻ അലാ ഖിതാബിക്കും അൽ മുഹറർ, എഴുതിയ, ഇന്നലെ എഴുതിയ. മുഹറർ എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത അല്ലെങ്കിൽ എഴുതിയ എന്ന് പല അർത്ഥങ്ങളുണ്ട്. ഇന്നലെ തയ്യാറാക്കിയ, ഇന്നലെ എഴുതിയ, ഇന്നലത്തെ ഡേറ്റിന് എഴുതിയ കത്തിന്റെ മറുപടി എന്നോണം ഇൻ റിപ്ലൈ റദ്ദൻ അലാ ഖിതാബിക്കും. പിന്നെ വി ഹാവ് ദ പ്ലഷർ, ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ടു റിപ്ലൈ ടു യുവർ ലെറ്റർ, നിങ്ങളുടെ ലെറ്ററിന് മറുപടി നൽകാൻ. ഡേറ്റഡ്, ഏത് ഡേറ്റിൽ വന്ന ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ചെയ്ത. അത് യസ്റുന അൻ നുറുദ്ദ അലാ ഖിതാബിക്കും അൽ മുഅറഖ്, അതിന് അറബിയിൽ അങ്ങനെ പറയാല്ലേ. വി ഹാവ് ദ പ്ലഷർ ടു റിപ്ലൈ ടു യുവർ ലെറ്റർ എന്ന് പറഞ്ഞാൽ യസ്റുന അൻ നുറുദ്ദ അലാ ഖിതാബിക്കും അൽ മുഅറഖ്, എന്നിട്ട് താരിഖ് ആ ഡേറ്റ് ആണ് എഴുതുക. അൽ മുഅറഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റഡ്, ഇന്ന ഡേറ്റിൽ വന്ന. യസ്റുന അൻ നുറുദ്ദ അലാ ഖിതാബിക്കും. അതുപോലെ തന്നെ വി അക്നോളജ് റെസിപ്റ്റ് ഓഫ് യുവർ ലെറ്റർ, ഞങ്ങൾ അക്നോളജ് ചെയ്യുന്നു ഇവിടെ. റെസിപ്റ്റ് ഓഫ് യുവർ ലെറ്റർ ഡേറ്റഡ്, ഇന്ന ഡേറ്റിൽ വന്ന കത്ത് കിട്ടിയെന്ന്, അതായത് നമ്മൾ കത്ത് കിട്ടി ബോധിച്ചു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കത്ത് കിട്ടിയെന്ന് ഞങ്ങൾ അക്നോളജ് ചെയ്യുന്നു പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ വാങ്ങാൻ തുടങ്ങാനാണ്. അത് നമ്മൾ നുഫീദുക്കും ബി വുസൂലി ഖിതാബിക്കും അൽ മുഅറഖ്, നുഫീദിക്കും വി അക്നോളജ്, ഞങ്ങൾ സമ്മതിക്കുന്നു അല്ലെങ്കിൽ അക്നോളജ് ചെയ്യുന്നു. ബി വുസൂലി ഖിതാബിക്കും അൽ മുഅറഖ്, നിങ്ങളുടെ എഴുത്ത് കിട്ടിയെന്ന്. അൽ മുഅറഖ് ഇന്ന ഡേറ്റിലുള്ള. പിന്നെ നമുക്കൊരു ലെറ്റർ കിട്ടി, അപ്പൊ പറയാണ് വി ഹാവ് നോട്ടഡ് ദ കണ്ടന്റ്സ് ഓഫ് യുവർ ലെറ്റർ ഡേറ്റഡ്, ഇന്ന ഡേറ്റിൽ വന്ന കത്തിലെ ഉള്ളടക്കം ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. കത്ത് കിട്ടി വായിച്ചറിഞ്ഞു എന്നൊക്കെ പറയില്ലേ, അതേപോലെ വി ഹാവ് നോട്ടഡ് ദ കണ്ടന്റ്സ് ഓഫ് യുവർ ലെറ്റർ, നിങ്ങളുടെ ലെറ്ററിലെ കണ്ടന്റ്സ് ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് അറബി അഹത്ന ഇൽമൻ ബിമാ ജഅ ഫീ ഖിതാബിക്കും അൽ മുഅറഖ്, അഹത്ന ഇൽമൻ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇൽമൻ ബിമാ ജഅ ഫീ ഖിതാബിക്കും അൽ മുഅറഖ്, ഇന്ന ഡേറ്റിൽ വന്ന നിങ്ങളുടെ കത്തിലുള്ള ഇതൊക്കെ ഞങ്ങൾ ആ കണ്ടന്റ് ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. മറ്റൊന്ന് ഐ ഹാവ് റിസീവ്ഡ് ഇൻ ഡ്യൂ കോഴ്സ് യുവർ ലെറ്റർ ഡേറ്റഡ്, ഐ ഹാവ് റിസീവ്ഡ് ഇൻ ഡ്യൂ കോഴ്സ് യുവർ ലെറ്റർ ഡേറ്റഡ്, ഇന്ന ഡേറ്റിൽ നിങ്ങൾ അയച്ച കത്ത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഇൻ ഡ്യൂ കോഴ്സ്, ആ സമയത്ത് കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടുണ്ട് എന്നർത്ഥം. ഐ ഹാവ് റിസീവ്ഡ് ഇൻ ഡ്യൂ കോഴ്സ് യുവർ ലെറ്റർ ഡേറ്റഡ്. തസല്ലംന ഫി ഹീനിഹി ഖിതാബക്കും അൽ മുഅറഖ്, ഇന്ന ഡേറ്റിൽ വന്ന അയച്ച നിങ്ങളെ കിട്ടിയിട്ടുണ്ട്. തസല്ലംന ഫി ഹീനിഹി ഖിതാബക്കും അൽ മുഅറഖ്, ആ സമയത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അയച്ച കത്ത്. പിന്നെ മറ്റൊന്ന് we received with great pleasure your letter dated and its contents received all our attention. We received with great pleasure, വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. യുവർ ലെറ്റർ, നിങ്ങളുടെ ലെറ്റർ ഡേറ്റഡ് ഇന്ന ഡേറ്റിലുള്ള. ആൻഡ് ഇറ്റ്സ് കണ്ടന്റ്സ് റിസീവ്ഡ് ഓൾ അവർ അറ്റൻഷൻ, അതിൽ വന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നർത്ഥം. ഞങ്ങളുടെ അറ്റൻഷൻ, ഞങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് വന്നിട്ടുണ്ട്, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്നുള്ള അർത്ഥത്തിൽ. തലക്കൈന ബിബാലിക സുറൂർ ഖിതാബക്കും അൽ മുഅറഖ്, ഇന്ന ഡേറ്റിലുള്ള നിങ്ങളുടെ കത്ത് വളരെ സന്തോഷത്തോടെ, ഗ്രേറ്റ് പ്ലഷറോടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വഖദ് ലഖിയ മാ ജാഅ ബിഹാ, അതിൽ വന്ന കാര്യങ്ങൾ ലഖിയ മീറ്റ് ചെയ്തിട്ടുണ്ട്. കുല്ല ഇനായത്തി മിന്ന, ഞങ്ങളുടെ എല്ലാ അറ്റൻഷനും, ഞങ്ങളുടെ എല്ലാ കെയറും, അതായത് ഞങ്ങൾ അതിൽ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞങ്ങൾ അറ്റൻഷൻ അതിൽ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ.
റിപ്ലൈയിങ് ടു യുവർ ലെറ്റർ ഡേറ്റഡ്. ചിലപ്പോൾ നമ്മൾ ഒരു കത്ത് വന്നാൽ നമ്മൾ കുറച്ച് റിപ്ലൈ ചെയ്യാൻ കുറച്ച് താമസിക്കും. അപ്പോൾ അതിന് അങ്ങനെ കുറച്ച് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് കൈൻഡ്ലി എക്സ്ക്യൂസ് ദ ഡിലേ ഇൻ റിപ്ലൈയിങ് ടു യുവർ ലെറ്റർ ഡേറ്റഡ്. ഇന്ന ഡേറ്റിൽ നിങ്ങളുടെ ലെറ്ററിന് റിപ്ലൈ ചെയ്യുന്നതിൽ ഡിലേ വന്നത് കാരണത്താൽ ഞങ്ങളോട് എക്സ്ക്യൂസ് ചെയ്യണം. നർജു ഖുബൂല ഇഅ്തിദാരിന അൻ തഅഖീറിന ഫി റദ്ദി അലാ ഖിതാബികും അൽ മുഅറഖ്. നർജു ഖുബൂല ഇഅ്തിദാരിന എന്ന് പറഞ്ഞാൽ കൈൻഡ്ലി എക്സ്ക്യൂസ്, ഞങ്ങളുടെ ഇഅ്തിദാർ അപ്പോളജൈസ്, ഞങ്ങളുടെ എക്സ്ക്യൂസ് സ്വീകരിക്കണം. അൻ തഅഖീറിന ഫി റദ്ദി അലാ ഖിതാബികും അൽ മുഅറഖ്. പിന്നെ അടുത്ത ഘട്ടം കൺഫർമേഷൻ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൺഫർമേഷൻ ഓഫ് ലെറ്റേഴ്സ് നമ്മളൊരു ലെറ്റർ അയച്ചാൽ അതിന് മറുപടി ഒന്നും കാണാതാവുമ്പോൾ അതിനൊരു കൺഫർമേഷൻ, ഞങ്ങൾ ഇങ്ങനെ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു കൺഫർമേഷൻ, അവർക്ക് ഒരു തംബീഹ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു റിമൈൻഡർ അത് കൊടുക്കുന്നതിന് കൺഫർമേഷൻ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് അറബിയിൽ തഈദു ഖിതാബ്. നമ്മൾ ആ ഖിതാബ് ഒന്നും കൂടി തഈദാക്കുക, കൺഫർമേഷൻ ചെയ്യാൻ. അറബിയില് ഇംഗ്ലീഷിൽ ഇതിന് പറയുന്നത് റഫറിംഗ് അയച്ചിരുന്നു, എന്നിട്ട് രണ്ടാമത്തെ ലെറ്റർ അയക്കുമ്പോൾ നമ്മൾ തുടങ്ങുന്നത് എങ്ങനെ, റഫറിംഗ് അഗെയിൻ ടു അവർ ലെറ്റർ ഡേറ്റഡ്. ഇന്ന ഡേറ്റിലുള്ള ഞങ്ങളുടെ കത്തിനെ ഒന്നും കൂടി റഫർ ചെയ്തുകൊണ്ട് അത് പറയുന്നത് ബിൽ ഇഷാറ മിൻ ജദീദ് ഇലാ ഖിതാബിന അൽ മുഅറഖ്. ബിൽ ഇഷാറ മിൻ ജദീദ് അഗെയിൻ, മിൻ ജദീദ് എന്ന് പറഞ്ഞാൽ അഗെയിൻ, ബിൽ ഇഷാറ എന്ന് പറഞ്ഞാൽ റഫറിംഗ്, ബിൽ ഇഷാറ മിൻ ജദീദ് ഇലാ ഖിതാബിന അൽ മുഅറഖ്, റഫറിംഗ് അഗെയിൻ ടു അവർ ലെറ്റർ ഡേറ്റഡ്. മറ്റൊന്ന് we confirm our letter dated and as we are still waiting response from you. ഞങ്ങളുടെ ഇന്ന ഡേറ്റിലുള്ള ഒരു കത്ത് ഒന്നും കൂടി കൺഫേം ചെയ്യുന്നു ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ആൻഡ് ആസ് വി ആർ സ്റ്റിൽ വെയിറ്റിംഗ്, ഞങ്ങൾ ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെസ്പോൺസ് ഫ്രം യു, നിങ്ങളിൽ നിന്നുള്ളൊരു മറുപടി ഞങ്ങൾ ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നുഅയ്യിദു ലക്കും ഖിതാബന അൽ മുഅറഖ്, ഞങ്ങളുടെ ആ ലെറ്റർ കത്ത് ഒന്നുകൂടി കൺഫേം ചെയ്യുന്നു. അൽ മുഅറഖിന്റെ ഡേറ്റിലുള്ള കത്ത് ഒന്നുകൂടി കൺഫേം ചെയ്യുന്നു. വനുഫീദുക്കും, നിങ്ങളുടെ ഞങ്ങൾ ഇപ്പോൾ സ്റ്റിൽ വെയിറ്റിംഗ് അർറദ്ദ അലൈഹി, ആ കത്തിലുള്ള റെസ്പോൺസ് ഇപ്പോഴും ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് ടു ബി കണ്ടിന്യൂഡ്. പ്ലീസ് കീപ് ഇൻ ടച്ച്. ഇത് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗങ്ങളും അല്ലെങ്കിൽ ഇതിൽപ്പെട്ട ഒരുപാട് വാചകങ്ങൾ ഇനിയും വരാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് കീപ് ഇൻ ടച്ച്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പല വെഞ്ചറുകളും ഇനിയും വരാനുണ്ട്. ഗേറ്റ് വേ കിഡ്സ് അറബിക്ക് വരാനുണ്ട്. ചെറിയ കുട്ടികൾക്ക് അറബി എഴുത്തുകളും അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഗേറ്റ് വേ കിഡ്സ് അറബിക്കുണ്ട്. പിന്നെ ഗേറ്റ് വേ സ്പോക്കൺ അറബിക്ക് നമ്മൾ തുടങ്ങി വെച്ചിരുന്നു. അതിന്റെ ഒരു നല്ലൊരു രീതി ഇനി വരാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പണിപ്പുരയിലാണ് ഇത്. ഗേറ്റ് വേ ടു അറബിക് റൈറ്റിംഗ്, കത്തുകൾ മാത്രമല്ല, കത്തുകളും എഗ്രിമെന്റുകളും അഫിഡവിറ്റുകളും അങ്ങനെ പല രീതിയും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. ഇതിലൂടെ വരും. പിന്നെ നമ്മുടെ ഫസ്റ്റ് വെഞ്ചറായ ഗേറ്റ് വേ ടു മോഡേൺ അറബിക് ഇൻഷാ അല്ലാഹ് അതും തുടരും.